Welcome to Sunu's Bios video. Plus 2 Biology Model Examination March 2022 question paper ആണ് ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നത്. ബയോളജി എക്സാമിൻ്റെ ടോട്ടൽ ടൈം 2 hours ആണ്. കൂൾ ഓഫ് ടൈം 15 minutes, പ്രിപ്പറേറ്ററി ടൈം 5 minutes. അതിൽ സുവോളജി ക്വസ്റ്റ്യൻ പേപ്പറിന് 1 hour ആണ് റിട്ടൺ എക്സാമിനേഷൻ്റെ ടൈം. ബയോളജി എക്സാമിനേഷൻ ബോട്ടണിയും സുവോളജിയും ഉണ്ട്. ബോട്ടണി 30 മാർക്കിലും സുവോളജി 30 മാർക്കിലുമായി ആകെ മാർക്ക് 60-ലാണെന്ന് കാര്യം ഓർക്കുക. പാർട്ട് 1 എ ബി എന്നീ 2 സെക്ഷനാക്കി തിരിച്ചിരിക്കുന്നു. അതിൽ എ സെക്ഷനിൽ ആൻസർ എനി 3 questions ഫ്രം 1 to 4. ഈച്ച് ക്യാരീസ് 1 score. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ എനി വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട്സ് ഹാർഡി-വെയിൻബർഗ് equilibrium. Answer is gene migration or gene flow, genetic drift, mutation, genetic recombination, natural selection. ഇങ്ങനെ 5 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ 1 മാർക്ക് കിട്ടുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, embryo with 8 to 16 blastomeres is called dash. Answer is morula. Question number 3, expand SNPs. Answer is single nucleotide polymorphism. SNP is single nucleotide polymorphism. Question number 4, state the term indicating the ceasing of menstrual cycle. Answer is menopause. The ceasing of menstrual cycle is called menopause. അടുത്തത് പാർട്ട് 1-ലെ സെക്ഷൻ ബി ആണ്. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 5 to 6. ഈച്ച് ക്യാരീസ് 1 score. 2 into 1, 2. Question number 5. The World Summit on Sustainable Development was held in 2002 in dash South Africa. Answer is Johannesburg. Question number 6. The first antibiotic discovered was dash penicillin. Next, part 2, A. Answer any 2 questions from 7 to 9. Each carries 2 scores. 2 into 2, 4. 7 മുതൽ 9 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 സ്കോർ വീതം. Question number 7. Write any 4 characteristic features of individual inflicted with Down syndrome. ഡൗൺ സിൻഡ്രോം ബാധിച്ച വ്യക്തിയുടെ ഏതെങ്കിലും 4 സ്വഭാവ സവിശേഷതകൾ എഴുതുക. ആൻസർ നോക്കാം. പ്രസൻസ് ഓഫ് എൻ അഡീഷണൽ കോപ്പി ഓഫ് ദ ക്രോമസോം നമ്പർ 21 ഓർ ട്രൈസോമി ഓഫ് 21. സെക്കൻഡ് വൺ, ഷോർട്ട് സ്റ്റാച്വർ. തേർഡ് വൺ, സ്മോൾ റൗണ്ട് ഹെഡ്. ഫോർത്ത്, ഫറോഡ് ടങ്. പാർഷ്യലി ഓപ്പൺ മൗത്ത്. പാം ഈസ് ബ്രോഡ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് പാം ക്രീസ്. ഫിസിക്കൽ, സൈക്കോമോട്ടോർ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഈസ് റിട്ടാർഡഡ്. ഇതിലേതെങ്കിലും 4 എണ്ണം എഴുതുക. 2 സ്കോർ ലഭിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. ഫംഗൈ ഫോംസ് സിംബയോട്ടിക് അസോസിയേഷൻസ് വിത്ത് പ്ലാന്റ്സ്. വാട്ട് അഡ്വാൻറ്റേജസ് ദ പ്ലാന്റ് ഡിറൈവ്സ് ഫ്രം ദിസ് അസോസിയേഷൻ. ഫംഗസുകൾ സസ്യങ്ങളുമായി സഹവർത്തിത്വ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു. ഈ കൂട്ടുകെട്ടിൽ നിന്ന് സസ്യങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തെല്ലാം? ആൻസർ ഈസ് the association helps to absorb phosphorus from soil and passes it to soil. Second one, resistance to root-borne pathogens. Third one, tolerance to salinity and drought. Fourth one, overall increase in plant growth and development. Question number 9. Complete the table with appropriate terms. Name of the disease, causative organism, type of pathogen. ഇങ്ങനെ 3 കോളം തന്നിട്ടുണ്ട്. ഫസ്റ്റ് കോളം, നെയിം ഓഫ് ദ ഡിസീസ് ടൈഫോയിഡ്. causative organism A, that we have to fill. Type of pathogen bacteria. Second column, name of the disease B, causative organism plasmodium. Type of pathogen protozoa. Third column, name of the disease ringworm, causative organism microsporum. Type of pathogen C, that we have to fill. Fourth column, name of the disease is ascariasis, causative organism D. Type of pathogen helminth. In this table A, B, C, D എന്നീ കോളംസ് ഫില്ല് ചെയ്യണം.
ഉചിതമായ വാക്കുകൾ ഉപയോഗിച്ച് പട്ടിക പൂർത്തിയാക്കുക. രോഗത്തിൻ്റെ പേര്, രോഗകാരി, രോഗാണു വിഭാഗം എന്നിങ്ങനെ 3 കോളങ്ങൾ തന്നിരിക്കുന്നു. രോഗത്തിൻ്റെ പേര് ടൈഫോയിഡ്, രോഗകാരി എ, രോഗാണു വിഭാഗം ബാക്ടീരിയ. രോഗത്തിൻ്റെ പേര് ബി, രോഗകാരി പ്ലാസ്മോഡിയം, രോഗാണു വിഭാഗം ഏകകോശജീവി. രോഗത്തിൻ്റെ പേര് വട്ടച്ചൊറി, രോഗകാരി മൈക്രോസ്പോറം, രോഗാണു വിഭാഗം സി. രോഗത്തിൻ്റെ പേര് വിരശല്യം, രോഗകാരി ഡി, രോഗാണു വിഭാഗം ഉരുണ്ട വിര. എ, ബി, സി, ഡി എന്നീ കോളം പൂരിപ്പിച്ച് പട്ടിക പൂർത്തിയാക്കുക. ആൻസർ നോക്കാം. എ ഈസ് സാൽമണല്ല ടൈഫി. ടൈഫോയിഡ് ഈസ് കോസ്ഡ് ബൈ കോസറ്റീവ് ഓർഗാനിസം സാൽമണല്ല ടൈഫി. ബി ഈസ് മലേറിയ. പ്ലാസ്മോഡിയം ഈസ് കോസിംഗ് malaria. C is fungi. Ringworm disease is caused by microsporum, which is a fungus. D is ascaris or roundworm. It is causing ascariasis and it is a helminth parasite. അടുത്തത് പാർട്ട് 2-ലെ ബി സെക്ഷനാണ്. ആൻസർ എനി 2 questions from 10 to 13. Each carries 2 scores. Question number 10. Differentiate active immunity and passive immunity. സജീവമായ പ്രതിരോധശേഷിയും ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, നിഷ്ക്രിയ പ്രതിരോധവും പാസീവ് ഇമ്മ്യൂണിറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. When a host is exposed to antigens in the form of dead or live microbes or other proteins, antibodies will be produced in the host body. It is called active immunity. Passive immunity. When ready-made antibodies are directly given to protect the body against foreign antigens, it is called passive immunity. Second point നോക്കാം. Active immunity is slow and it takes time to give its full response, whereas passive immunity is quick and takes short time to give its full response. Now let us see the example for active immunity. Injecting microbes during immunization. Example for passive immunity. The yellowish fluid colostrum secreted during the initial days of lactation has abundant antibodies IgA to protect the infant. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഫോർ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഈസ് നാച്ചുറൽ ഇൻഫെക്ഷൻ ത്രൂ മൈക്രോബ്സ്. എക്സാമ്പിൾ ഫോർ പാസീവ് ഇമ്മ്യൂണിറ്റി ഈസ് the fetus also receives some antibodies from their mother through the placenta during pregnancy. Question number 11. A. Name the theory of origin of life proposed by Oparin and Haldane. ഒപ്പാരിനും ഹാൾഡെയിനും മുന്നോട്ട് വച്ച ജീവൻ്റെ ഉത്ഭവ സിദ്ധാന്തത്തിൻ്റെ പേര്. ബി. ഹൂ എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ് ദ തിയറി. ഈ സിദ്ധാന്തം പരീക്ഷണാത്മകമായി തെളിയിച്ചത് ആര്? ആൻസർ ഫോർ 11 ഈസ് കെമിക്കൽ എവല്യൂഷൻ. ഒപ്പാരിനും ഹാൾഡെയിനും പ്രപ്പോസ് ചെയ്ത തിയറി ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ് ഈസ് കെമിക്കൽ എവല്യൂഷൻ. ബി ഈസ് എസ്.എൽ. മില്ലർ. തിയറി ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തത് എസ്.എൽ. മില്ലറാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. കംപ്ലീറ്റ് ദ പാത്വേ ഓഫ് മിൽക്ക് സെക്രീറ്റഡ് ഫ്രം ദ ആൽവിയോളൈ ഓഫ് മാമറി ഗ്ലാൻഡ്സ്. സ്തനഗ്രന്ഥികളിലെ ആൽവിയോളിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലിൻ്റെ സംവഹന പാത പൂർത്തിയാക്കുക. ആൽവിയോളൈ ഡാഷ് എ ഡാഷ് ബി മാമറി ആംപുല ലാക്ടിഫറസ് ഡക്റ്റ്. ആൽവിയോളിൽ എ ബി ക്ഷീരവാഹി ജാലിക ക്ഷീരസ്രാവി നാളിൽ. എയും ബിയും ഫിൽ ചെയ്യണം. ആൻസർ ഫോർ 12th question ഈസ് എ മാമറി ട്യൂബ്യൂൾ, ബി മാമറി ഡക്റ്റ്. Question number 13. Describe test cross and mention its significance. ശോധക സങ്കരണം വിശദീകരിക്കുകയും അതിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുകയും ചെയ്യുക. ആൻസർ ഫോർ question number 13. A. Test cross is the crossing of F1 generation with its recessive parent. F1 generation ഒന്നാം തലമുറ അതിൻ്റെ റെസസീവ് പാരൻറ്റുമായി സങ്കരം നടത്തുന്നതിനെ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നു. ബി.
Test cross is used to find unknown genotype of an individual. ഏത് പാരൻ്റാണോ അതിൻ്റെ ജീനോടൈപ്പ് അൺനോൺ ജീനോടൈപ്പ് കണ്ടുപിടിക്കുന്നതിന് ടെസ്റ്റ് ക്രോസ് സഹായിക്കുന്നു. നെക്സ്റ്റ് പാർട്ട് 3 സെക്ഷൻ എ. ആൻസർ എനി 3 questions from 14 to 17. Each carries 3 scores. 3 into 3, 9. Question number 14. Prevention is better than cure. What are the measures useful for prevention and control of alcohol and drugs abuse among adolescents? Any 3 measures. പരിചരണത്തേക്കാൾ നല്ലത് പ്രതിരോധമാണ്. കൗമാരക്കാർക്കിടയിൽ മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ദുരുപയോഗം തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഫലപ്രദമായ നടപടികൾ എന്തൊക്കെ? 3 നടപടികൾ. 14th question's answer. First point, avoid undue peer pressure. Second one, education and counseling. Third one, seeking help from parents and peers. Fourth one, looking to danger signs. Fifth one, seeking professional and medical help. ഇങ്ങനെ 5 പോയിന്റിൽ നിന്ന് ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ 3 സ്കോർ ലഭിക്കുന്നതായിരിക്കും. Question number 15. Pedigree study provides a strong tool in human genetics to trace the inheritance of a specific trait. Define pedigree analysis and identify the following symbols used in pedigree analysis. വംശാവലി അപഗ്രഥനം ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെ പാരമ്പര്യ പ്രേഷണം കണ്ടെത്തുന്നതിന് മനുഷ്യ ജനിതക ശാസ്ത്രത്തിൽ ശക്തമായ ഒരു ഉപകരണമാണ്. വംശാവലി അപഗ്രഥനം അല്ലെങ്കിൽ പെഡിഗ്രി അനാലിസിസ് നിർവചിക്കുകയും താഴെ പറയുന്ന വംശാവലി അപഗ്രഥനത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുക. ആൻസർ ഫോർ പെഡിഗ്രി അനാലിസിസ്. പെഡിഗ്രി അനാലിസിസ് ഈസ് അനാലിസിസ് ഓഫ് ട്രേറ്റ് for several generations of a family. First symbol is mating between relatives. It is also called consanguineous mating. Second one is sex unspecified. Third symbol represents female. Fourth symbol represents mating. 16th question. The graph showing species area relationship is given. A. What does Z and C in the equation indicate? B. How is species richness related to area? C. What is the range of Z value? സ്പീഷീസ് പ്രദേശ ബന്ധം കാണിക്കുന്ന രേഖാരൂപം നൽകിയിരിക്കുന്നു. എ. സമവാക്യത്തിലെ Z, C എന്നിവ എന്താണ് സൂചിപ്പിക്കുന്നത്? ബി. സ്പീഷീസ് സമ്പത്ത് പ്രദേശവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? സി. Z മൂല്യത്തിൻ്റെ പരിധി എന്താണ്? ആൻസർ ഫോർ എ. Z എന്നത് സ്ലോപ്പ് ഓഫ് ലൈൻ അല്ലെങ്കിൽ റിഗ്രഷൻ കോയഫിഷ്യൻ്റ് ആണ്. സി എന്നത് y ഇൻ്റർസെപ്റ്റ് ആണ്. ബി നോക്കാം. ഹൗ ഈസ് സ്പീഷീസ് റിച്ച്നെസ് റിലേറ്റഡ് ടു ഏരിയ? വിതിൻ എ റീജിയൻ സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ എക്സ്പ്ലോർഡ് ഏരിയ but only up to a limit. Answer for C. What is the range of Z value? Z value ranges between 0.1 to 0.2. Question number 17. Distinguish homologous organs and analogous organs with one example for each and mention the type of evolution that led to the formation of homologous and analogous organs. ഹോമോലോഗസ് അവയവങ്ങളും അനലോഗസ് അവയവങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. കൂടാതെ ഹോമോലോഗസ് അനലോഗസ് അവയവങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് ഏതൊക്കെ വിഭാഗം പരിണാമങ്ങളാണ്? ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത 3 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ഒറ്റ ചോദ്യമായി ചോദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിച്ച് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. ആദ്യം നമുക്ക് ഹോമോലോഗസ് ഓർഗൻസും അനലോഗസ് ഓർഗൻസും തമ്മിലുള്ള വ്യത്യാസം എഴുതാം. ഹോമോലോഗസ് ഓർഗൻസ് ആർ ഓർഗൻസ് ഹാവിങ് സെയിം സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ ബട്ട് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്, വേറാസ് അനലോഗസ് ഓർഗൻസ് ആർ ഹാവിങ് സിമിലർ ഫങ്ഷൻ ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ.
ഇനി ഈ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം. അത് എക്സാമ്പിളാണ്. ലെറ്റ് us see example for homologous organs. First one, forelimb of bird, bat, cheetah and humans. Second one, thorns of bougainvillea and tendrils of cucurbita. Third one, hearts of vertebrates. Fourth one, brains of vertebrates. ഇതിലേതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. അടുത്തത് എക്സാമ്പിൾസ് ഫോർ അനലോഗസ് ഓർഗൻസ് ആണ്. ഫസ്റ്റ് വൺ, വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്സ്. സെക്കൻഡ് വൺ, the eye of octopus and mammals. Third one, flippers of penguins and dolphins. Fourth one, sweet potato and potato. ഇതിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. അടുത്തത് ഈ ചോദ്യത്തിൻ്റെ മൂന്നാം ഭാഗം നോക്കാം. ഹോമോലോഗസ് ഓർഗൻസ് ആർ ഡെവലപ്ഡ് ഡ്യൂ ടു ഡൈവേർജൻറ്റ് എവല്യൂഷൻ, whereas analogous organs are developed due to convergent evolution. നെക്സ്റ്റ് പാർട്ട് 3-ലെ ബി സെക്ഷനാണ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 scores. 1 into 3, 3. Question number 18. In eukaryotes, the heterogeneous nuclear RNA or hnRNA is a precursor of mRNA. Explain the steps involved in the processing of hnRNA. യുക്കാരിയോട്ടുകളിൽ mRNAയുടെ മുൻഗാമിയാണ് hnRNA. hnRNAയിൽ നിന്ന് mRNA രൂപപ്പെടുന്ന പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘട്ടങ്ങൾ വിശദീകരിക്കുക. Heterogeneous nuclear RNA or hnRNA contains both exons and introns. It is the precursor of mRNA and are non-functional. Hence, it is subjected to processing called splicing. Let us see what is splicing. In splicing, introns are cut and removed and exons are joined in a defined order. ഇൻട്രോണുകളെ കട്ട് ചെയ്ത് മാറ്റി എക്സോണുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയയാണ് സ്പ്ലൈസിംഗ്. രണ്ടാമത്തെ ഘട്ടമാണ് ക്യാപ്പിംഗ്. ഇൻ ക്യാപ്പിംഗ്, an unusual nucleotide, methyl guanosine triphosphate, is added to the 5' end of hnRNA. മൂന്നാമത്തെ ഘട്ടമാണ് ടെയിലിംഗ്. ഇൻ ടെയിലിംഗ്, അഡിനിലേറ്റ് റെസിഡ്യൂസ് 200 to 300 base pairs are added at the 3' end in a template independent manner. അടുത്തത് പാർട്ട് 4. ആൻസർ എനി one question from 19 to 20 carries 5 scores. Question number 19. A. What is the central dogma in molecular biology and name any 2 processes involved in it? തന്മാത്രാ ജീവശാസ്ത്രത്തിലെ കേന്ദ്ര തത്വം എന്താണ്? അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും 2 പ്രക്രിയകൾ എഴുതുക. ബി. In eukaryotes, gene expression can be regulated at several levels. Which are they? യുക്കാരിയോട്ടുകളിൽ ജനിതക ആവിഷ്കരണം പല തലങ്ങളിൽ നിയന്ത്രിക്കാവുന്നതാണ്. അവ ഏതെല്ലാം? ആൻസർ ഫോർ എ, സെൻട്രൽ ഡോഗ്മ നോക്കാം. സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി ഈസ് unidirectional flow of genetic information from DNA to RNA and to protein. Processes involved in central dogma in molecular biology are 1. DNA replication, 2. DNA transcription, 3. DNA translation. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതുക. ആൻസർ ഫോർ ബി പാർട്ട്. Regulation of gene expression in eukaryotes can be done, first one, at transcriptional level, that is formation of primary transcript. Second one, at processing level, that is regulation of splicing. And third one, at transport of mRNA from nucleus to cytoplasm. The last one or fourth step is at translation level. So, ഒന്നുകിൽ ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ, അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ലെവൽ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ലെവൽ. ഇങ്ങനെ 4 സ്റ്റെപ്പുകളിൽ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20. ഡയഗ്രമാറ്റിക് സെക്ഷണൽ വ്യൂ ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഈസ് ഗിവൺ ബിലോ. സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ നെടുകയുള്ള ഛേദം കാണിക്കുന്ന രേഖാചിത്രം ചുവടെ ചേർക്കുന്നു. എ. ഐഡൻറ്റിഫൈ ദ പാർട്സ് ലേബിൾഡ് ആസ് എ, ബി, സി ആൻഡ് ഡി.
എ ബി സി ഡി എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ തിരിച്ചറിയുക. ബി. മെൻഷൻ ദ സർജിക്കൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ ആൻഡ് നെയിം ദ പാർട്ട് വിച്ച് ഈസ് കട്ട് ഓർ ടൈഡ് അപ്പ് ഇൻ ഈച്ച് മെത്തേഡ്. പുരുഷന്മാരിലും സ്ത്രീകളിലും ശസ്ത്രക്രിയ വഴി സാധ്യമാക്കുന്ന ഗർഭനിരോധന മാർഗങ്ങൾ ഏതെല്ലാം? ഇവയിൽ ഓരോന്നിനും ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്ന ഭാഗത്തിൻ്റെ പേര് എഴുതുക. ചിത്രം നിരീക്ഷിച്ച് എ ബി സി ഡി എന്നീ ഭാഗങ്ങൾ മനസ്സിലാക്കുക. റീഡ് ദ ക്വസ്റ്റ്യൻ. ആൻസർ ഫോർ എ, that is identification of parts. A is ambula, B ovary, C fimbriae, D cervical canal. Next, B part. Surgical contraceptive method in male is called vasectomy. Surgical contraceptive method in female is tubectomy. അതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. The part which is cut or tied up in vasectomy is vas deferens. The part which is cut or tied up in tubectomy is fallopian tube or oviduct. ഇതോടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് ഫിനിഷ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സുനൂസ് ബയോസ് വീഡിയോ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബെസ്റ്റ് വിഷസ് ഫോർ ആനുവൽ എക്സാം.